അത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. എനിക്ക് ലെമണും ഇഷ്ടമുള്ള പുളി ഇഷ്ടമുള്ളതാണ് ഇടുന്നത്. അരി ഇടാം. അരി തിളച്ചിട്ടുണ്ട്, ആയിട്ടുണ്ട്. നമുക്ക് കോരി എടുക്കാം. ജിഞ്ചർ ഗാർലിക്, കുറച്ച് ചില്ലി, അരിയച്ച ചില്ലി, കുറച്ച് സവാള. ഇത് കട്ട് ചെയ്ത് വെക്കുന്നതിൽ ബീൻസ് മാത്രം ഞാൻ ഫസ്റ്റ് ഇടുകയാണ്. കാര്യം ബീൻസ് പെട്ടെന്ന് നമുക്കൊന്ന് വാടി കിട്ടണം. ബീൻസ് വാടി കിട്ടാൻ കുറച്ച് പാടാണ്. സോ ബീൻസ് ഞാൻ ഇടുകയാണ്. അല്ലെങ്കിൽ ബീൻസിൻ്റെ ഒരു ഫസ്റ്റ് ഒരു ചുവയുണ്ടാവും, അത് എനിക്കിഷ്ടമല്ല. സോ ഞാൻ നേരത്തെ ആയിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ടാണ് കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് ഇടാം. അടുത്തത് നമ്മൾ അരിഞ്ഞ് ചെയ്യുന്ന 3 കളർ ക്യാപ്സിക്കം ഇടുകയാണ്. യെല്ലോ, ഗ്രീൻ ആൻഡ് റെഡ്. കുറച്ച് ചില്ലി സോസ് ഒഴിക്കാം. കുറച്ച് മതി. ഞാനത് സോസ് ഇഷ്ടപ്പെടുന്ന ആളല്ല. പക്ഷേ എൻ്റെ വൈഫിനും അച്ഛനും സോസ് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് കുറച്ച് സോസ്, ഞാൻ ടോട്ടലി സോസിനെതിരാണ്. നല്ല ഡ്രൈ ആയിട്ട് വരയ്ക്കേണ്ടി വരാം. നമ്മൾ ഉദ്ദേശിച്ച ക്വാണ്ടിറ്റി അല്ല, പാത്രം കുറച്ച് ചെറുതായിപ്പോയി. അതുകൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല വീട്ടിലിരുന്ന് കുറച്ച് ചിക്കൻ വെച്ചാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞു പോയി. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ചിക്കൻ അല്പം ക്വാണ്ടിറ്റി കൂടുതലെടുത്താൽ മതി. പിന്നെ ഇവിടെ അധികം ചിക്കൻ അങ്ങനെ ആർക്കും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മുട്ട ഞാൻ ഒരു 4 മുട്ട ഇട്ടത്. ശരിക്കും പറഞ്ഞാൽ 2 മുട്ടയുടെ ആവശ്യമുള്ളൂ. ചിക്കനാണ് കൂടുതലുള്ളത്, ചിക്കൻ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി. അപ്പോൾ നമുക്കിനി എഗ് ചിക്കൻ ഫ്രൈഡ് റൈസ് എന്നാണെങ്കിൽ വിളിക്കാം. നമുക്കിങ്ങനെ കുറച്ച് ഇതൊന്ന് കുക്കാണ്. കുക്കായിട്ട് ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറണം. ഒരുപാട് വേണ്ട, ചെറുതായിട്ട് മാറിയാൽ മതി. ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. വളരെ സിമ്പിളാണ്. ഇതിനകത്ത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയത് ക്യാപ്സിക്കം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ യൂഷ്വലി വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് യൂസ് ഉണ്ടാക്കാനേ ഉള്ളൂ. ഒരു ടൈമൊന്നും വേണ്ടി വരില്ല. എല്ലാം ട്രൈ നോക്കുക. ഇനിയും ഒരുപാട് വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്യുക. താങ്ക് യു.